ഇതിൽ നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഒരുപക്ഷെ ലോകം ചർച്ച ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്പം മുൻപ് ഈ യുദ്ധം തുടങ്ങിയ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിൽ ഇത് മിഡിൽ ഈസ്റ്റിനെ, അതായത് മധ്യപൂർവേഷ്യയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു ആക്രമണമാണ്, ഒരു പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത് ഇറാനിലെ ജനതയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു ഭാഗമാണ് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നുണ്ട്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു എന്നത്. ഇപ്പോൾ അല്പം മുൻപ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത, ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. സ്ഥിരീകരിക്കാതെ നിൽക്കുന്ന ഈ വാർത്ത ഒരു അവകാശവാദം എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചപ്പോഴും ഖമനൈ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ ഇടവരുത്തിയ സാഹചര്യം, ഖമനൈ അടക്കം ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വസിക്കുന്ന, അവർ കഴിയുന്ന മന്ദിരങ്ങൾ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം നടന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഇറാന്റെ തെഹ്റാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മൃതദേഹം കണ്ടെടുത്തു എന്ന തരത്തിൽ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വാർത്ത വന്നിട്ടുണ്ട്. റോയിറ്റേഴ്സ് ഇപ്പോൾ അത് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്തുകൊണ്ട് ആ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സുഹേൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയത്തുള്ള അലി ഖംനൈയെ കൊന്നതുകൊണ്ടോ ഇല്ലാതാക്കിയതുകൊണ്ടോ വധിച്ചതുകൊണ്ടോ ഇറാന്റെ ഭരണത്തെ അട്ടിമറിച്ചുവെന്നോ ഭരണകൂടത്തെ കീഴ്പ്പെടുത്തിയെന്നോ ഒരു അവകാശവാദം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഖംനൈക്ക് ശേഷം വരേണ്ട ആളുകൾ, അദ്ദേഹത്തിൻ്റെ സക്സസറായി വരേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന IRGC ഈ സംവിധാനങ്ങൾ പൂർണ്ണമായി ഈ ഇറാനിലെ ഭരണകൂടത്തെ നിലനിർത്താനും ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അധികാര അട്ടിമറി, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇറാഖിൽ കണ്ടതുപോലെ, ലിബിയയിൽ ഉണ്ടായതുപോലെ, ഇപ്പോൾ വെനസ്വേലയിൽ സംഭവിച്ചതുപോലെ ഒരു അധികാര അട്ടിമറി എന്നത് അത്ര എളുപ്പത്തിൽ ഇറാന്റെ കാര്യത്തിൽ നടക്കില്ല എന്ന് ഉറപ്പാണ്. മാത്രമല്ല ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു കണക്കുകൂട്ടൽ പിഴച്ചുപോയി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും സുഹേൽ. കാരണം ഇറാനിലെ ജനത കഴിഞ്ഞ 2025 ഡിസംബർ മാസത്തിനാണ് ശക്തമായ പ്രക്ഷോഭവുമായി ഇറാൻ സർക്കാരിനെതിരെ, ഭരണകൂടത്തിനെതിരെ തെരുവിൽ പ്രക്ഷോഭം നടത്തിയതും പ്രക്ഷോഭകാരികൾ പലരും അവരെ അടിച്ചമർത്തലിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടതും. അപ്പോൾ ഇസ്രായേലും അമേരിക്കയുടെയും ഒരു കണക്കുകൂട്ടൽ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ആ ഭരണകൂടത്തിന് എതിരെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ശക്തിക്ഷയം ഇറാന് സംഭവിച്ചിട്ടുണ്ട്. ആ ജനത മുഴുവൻ ഒന്നായിരിക്കുന്ന ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഭരണകൂടവുമായി അകന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തെ പരമാവധി മുതലാക്കിക്കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ഈ കണക്കുകൂട്ടലുകളെ ആകെ പാടെ തെറ്റിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖംനൈക്കും ഇറാനിലെ ഭരണകൂടത്തിനും പിന്തുണ അറിയിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ ഇറാനിൽ നിന്ന് കണ്ടു. ഒരു രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ആ രാജ്യത്തെ ഭരണകൂടത്തിന് നിരുപാധികം പിന്തുണ നൽകുക എന്ന ഇറാന്റെ ശീലവും പാരമ്പര്യവുമാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴേ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു കണക്കുകൂട്ടൽ തെറ്റിയെന്ന് നമുക്ക് പറയാം. അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിവരം വന്നിട്ടില്ല. മാത്രമല്ല ഇറാൻ നേരത്തെ പ്രതികരിച്ചത് വൈകാതെ തന്നെ അയത്തുള്ള അലി ഖംനൈ മാധ്യമങ്ങളെ കാണും, അദ്ദേഹത്തെ ലോകത്തിന് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും അതിതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്ന മറുഭാഗത്ത് ഉയർന്ന അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള തെളിവുകളോ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. സുഹേൽ, ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരു ഓൾ ഔട്ട് വാർ, ഒരു സമ്പൂർണ്ണമായ യുദ്ധമായി മാറാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു നമ്മൾ പറയാം ബാക്ക് ചാനൽ ടോക്സോ നെഗോസിയേഷൻസ് ഒന്നും തന്നെ ഇതുവരെ നടക്കുന്നില്ല എന്നാണ് BBC പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലൊരു നെഗോസിയേഷൻ ടേബിളിലേക്ക് ഈ കാര്യങ്ങൾ വീണ്ടും എത്തിക്കാനോ ഉള്ള ശ്രമങ്ങൾ അങ്ങനെ ഉന്നത തലങ്ങളിൽ നടക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയതിനപ്പുറത്തേക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും രാജ്യാന്തര തലത്തിൽ നടക്കുന്നതായി, അല്ലെങ്കിൽ ഒരു ബാക്ക് ചാനൽ ഓപ്പറേഷൻ നടക്കുന്നതായി നമ്മുടെ മുന്നിൽ വിവരങ്ങളില്ല. ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും അല്ലാതെ കാര്യമാത്ര
കാര്യമാത്ര പ്രസക്തമായ രീതിയിലുള്ള ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നില്ല. മാത്രമല്ല ഇത് തുടർന്നുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു അഭിപ്രായ പ്രകടനം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്കകലെയാണ് ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു യുദ്ധത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്. ഏതാനും മാസങ്ങൾക്കകലെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയത ഉണർത്തുകയും ദേശബോധം ഉണർത്തുകയും രാജ്യസ്നേഹം ഉണർത്തുകയും ഒക്കെ ഈ യുദ്ധത്തിലൂടെ സാധ്യമാകുമെന്ന ഒരു കണക്കുകൂട്ടൽ നെതന്യാഹുവിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ചിരവൈരികളായ ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുമ്പോൾ അമേരിക്കയെ കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നത്. 2025 ജൂണിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്ക ഈ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴും സംഭവിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ 2025 ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന ആ ആക്രമണം പോലെ ആയിരിക്കില്ല ഇത്തവണത്തേത്. കാരണം ഗൾഫ് മേഖല ഒന്നാകെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഇറാന്റെ തിരിച്ചടികൾ തുടരുകയാണ്. ഇറാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ആയുധ ശേഖരങ്ങളൊന്നും ഇതുവരെ പ്രയോഗിച്ചു തുടങ്ങിയിട്ടില്ല എന്നതാണ്. ഇറാൻ അങ്ങനെ പറയുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ നെഗോസിയേഷനുള്ള സാധ്യതകളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ കടക്കട്ടെ എന്ന സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അത് സ്വാഭാവികമായും ഗൾഫ് മേഖലയെ ഒന്നാകെ അസ്വസ്ഥമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.